ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ ഒരുപാട് അവരെ കാത്തിരിക്കുന്നു, അവർ വിളിക്കുന്നില്ല, വരുന്നില്ല. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? എനിക്ക് പലപ്പോഴും പേഴ്സണൽ റീഡിങ്ങിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. മനസ്സിലായില്ലേ? എല്ലാവർക്കും സാഹചര്യം ഒന്നല്ല, പലർക്കും പല സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ എടുത്തു പറയുന്നത്. നെഗറ്റീവായിട്ട് കമൻറ്റ് കൊണ്ടിട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇവിടെ ഈ കാർഡ്സ് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞാനിവിടെ കാർഡ്സ് ഷഫിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അത് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലായില്ല? അതനുസരിച്ച് കാര്യങ്ങൾ എടുക്കുക. ഇവിടെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്കും അവർക്കും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം അവരുടെ കറൻറ്റ് ഫീലിങ്സ് ഒന്നെടുക്കാം. അവരുടെ ഫീലിങ്സ് എടുക്കാം. ഇവിടെ 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ അവരെന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത്? അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവരെന്തോ ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ചോയ്സസ് അവരുടെ മുൻപിലുണ്ട്. പക്ഷേ അവർക്കത് എന്ത് സെലക്ട് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു അകൽച്ചയിലാണ്. നിങ്ങളായിരുന്നു അവരുടെ നട്ടല്, നെടുന്തൂണായിട്ട് വർത്തിച്ചിരുന്നത് നിങ്ങളായിരുന്നു. ഏതൊരു കാര്യത്തിലും അഭിപ്രായം പറയാനും ഏതൊരു കാര്യത്തിലും അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി നിലനിന്നിരുന്നത് നിങ്ങളായിരുന്നു. ഇപ്പോൾ അവർക്ക് ഈ ഒരു ശക്തി അല്പത്തിൽ കുറഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ് തീർച്ചയായിട്ടും. അല്ല എങ്കിൽ ബ്രേക്കപ്പിലായിരിക്കാം, അല്ല എങ്കിൽ കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ ഉള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മ. അതാണ് ഇവിടെ കാണുന്നത്. കുറച്ച് നാളായി കാണും നിങ്ങൾ തമ്മിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട്, അങ്ങനെയും ആവാം. അപ്പോൾ ഇവിടെ അതനുസരിച്ച് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു കാര്യം ഇവർക്ക് വേണം, എന്തോ ഒരു കാര്യം നേടാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഇവർ ഇപ്പോൾ എന്നാണ് കാണുന്നത്. കിങ് ഓഫ് വാൻഡ്സ്. അവർ സമൂഹത്തിലൊക്കെ ഒരുപാട് ഉയർന്ന പദവിയുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളെ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജ് കാണുന്നുണ്ടാവാം, അല്ല എങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ കൂടെ നിങ്ങൾക്കൊരു മറുപടി തരാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഇല്ല. കാരണം സമൂഹത്തിൽ അവർക്ക് മറ്റൊരുപാട് കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മിനിറ്റ് എടുക്കാനില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല. അവർക്ക് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് എന്തോ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാനുണ്ട്. നേടിയെടുത്തിട്ട് ഇത്തരം നല്ല ഒരു പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അത് അവിടെ അവരുടെ കരിയറിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം മാത്രമാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് അവർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല? എന്തൊക്കെയോ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് അവർ ഇവിടെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ലാത്ത ഒരു ലൈഫാണ് നിങ്ങളുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം. നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ആയിരുന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ മാസങ്ങൾ ആയിരിക്കാം. ഇവിടെ അവർക്കൊരു സമാധാനം കിട്ടുന്നില്ല. പല കാര്യങ്ങൾക്കും ഓടി നടക്കേണ്ട അത്യാവശ്യം ഇവർക്കുണ്ട്. ചിലപ്പോൾ എവിടെന്നെങ്കിലും കരിയർ സംബന്ധമായ കാര്യമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ കുടുങ്ങിയിട്ടുണ്ടാവാം, അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇടപെടലിൽ നിന്നും അവർക്ക് ഒരു മോചനം വേണം. അതിനായിട്ട് അവർ അവരുടെ മനസ്സ് ഒത്തിരി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
നിങ്ങൾ അവരിൽ നിന്നും വിട്ടു പിരിഞ്ഞതിന് ശേഷം അവർക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളായിരുന്നു അവരുടെ ഐശ്വര്യം, അവരുടെ സമൃദ്ധി, അവരെ നിലനിർത്തി കൊണ്ടുപോകുന്നിരുന്നത് നിങ്ങളായിരുന്നു. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങളോട് അവർ പലതവണ പറഞ്ഞിട്ടുണ്ട്, നീയാണ് എൻ്റെ ഐശ്വര്യം, അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ ഐശ്വര്യം, നിങ്ങളെൻ്റെ സമൃദ്ധിയാണ്, നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഇനി അതൊന്ന് ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ വരണം, വരാതെ പറ്റില്ല. ഇപ്പോൾ അതില്ല, ഇപ്പോൾ അങ്ങനെ അവർ ശ്രമിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത് ലഭിക്കുന്നില്ല, ലഭിക്കാൻ തുടങ്ങും, നിങ്ങൾ വരുമ്പോൾ അത് ലഭിക്കാൻ തുടങ്ങും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അവരത് മനസ്സിലാക്കുന്നുണ്ട്, റിയലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വിഷമമുണ്ട്, നിങ്ങൾ അവർ വിട്ടുപോകില്ല എന്ന്. അവർ നിങ്ങളെ വിട്ടുപോവില്ല, പക്ഷെ നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഭയം ഉണ്ട്, ആ ഒരു പേടി അവർക്ക് ചിലപ്പോഴെങ്കിലും ഉണ്ട്. എന്നാൽ ചില സമയത്ത് അവർ നിങ്ങളെ വിട്ടുപോവില്ല, നിങ്ങളവരെ വിട്ടുപോകില്ല എന്നൊക്കെ അവർ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെയും ചിലപ്പോഴൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അവർ ഞാനില്ലാതെ ഇരിക്കുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നില്ല, ഞാൻ കാൾ ചെയ്യുന്നില്ല, ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിയുന്നില്ല, ഈ ഒരു അവസരത്തിൽ മറ്റാരോടെങ്കിലും അവർക്ക് ബന്ധമുണ്ടാകുമോ, മറ്റാരെങ്കിലും ഇവരെ ട്രാപ്പിലാക്കുമോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ അവർക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് എന്തെങ്കിലും ഒരു ലൈഫിലേക്ക് അവർ പോയിട്ടുണ്ടാകുമോ, വേറെ വിവാഹം നടന്നിട്ടുണ്ടാകും. ഇത് ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നതാണ്, ഏതൊരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി എടുക്കാവുന്ന റീഡിംഗ് ആണ്. മനസ്സിലായില്ലേ? കപ്പിൾസ്, ലവേഴ്സ്, പാർട്ട്ണർ, അങ്ങനെ ഏതൊരു എക്സ്ട്രാമാരിറ്റ് ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതിനെ കൂട്ടിയെടുക്കാവുന്നതാണ്, കൂട്ടി വായിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ, അവരുടെ സാഹചര്യവും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ അവരുടെ മനസ്സിലൊരു പേടിയുണ്ട്, കണ്ടില്ലേ? നിങ്ങളെപ്പറ്റി ഒരു പേടിയുണ്ട്. അത്രമാത്രം നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹത്തിലായിരുന്നു അവർ. കാരണം നിങ്ങളുടെ നട്ടല്, അവരുടെ നട്ടല്ലെന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. എല്ലാത്തിലും ഉപദേശിച്ചിരുന്നത് നിങ്ങളായിരുന്നു. ഏതൊരു കാര്യത്തിലും ഉപദേശം കൊടുത്തുകൊണ്ടേയിരുന്നത് നിങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇല്ലാതെയായി. അതിലവർ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ഇനി നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. ഭാരമേറി ഇപ്പോഴവർ അനുഭവിക്കുന്നത് എന്താണ്? വളരെ ഭാരമേറിയ ഒരു ജീവിതമാണ്, വളരെ ദുഷ്കരമായ, വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ ദുഃഖം അനുഭവിക്കുന്ന ഒരു ജീവിതമാണ് ഇപ്പോഴവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ താഴെ വയ്ക്കും. അവരുടെ ചുമലിൽ ചിലപ്പോൾ ഫാമിലിയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കരിയർ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇത് ഇവിടെ ഇനിയും അത് ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ, ഇനി ഇതിവിടെ താഴെ വയ്ക്കാൻ പോകുന്നു, ഇനിയും നിങ്ങളുമായിട്ട് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് വരണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണം, നിങ്ങളെ അവർക്ക് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും സക്സസ് ആണ്. കാരണം ഒരുപാട് ദൂരം നിങ്ങൾക്ക് ഒത്തിരി യാത്ര ചെയ്യാനുണ്ടാവും. അവർ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. പലയിടങ്ങളിലും നിങ്ങൾക്ക് ഇറങ്ങിയടിച്ചെന്നൊക്കെ നടന്നിട്ടുണ്ടാവാം മുൻപ്. ആ ഒരു സന്തോഷത്തെ മറക്കാൻ അവർക്ക് കഴിയുന്നില്ല, മനസ്സിലായി? വീണ്ടും ആ ഒരു സന്തോഷം കൊണ്ടുവരണം, വീണ്ടും ജീവിതത്തിലൊരു പുതിയ തുടക്കം, വീണ്ടും യാത്രകൾ പോകണം, പുതിയ വാഹനം വാങ്ങിക്കണം, അടിച്ചു പൊളിച്ച് നടക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് അവർ വീണ്ടും വന്നിട്ടുണ്ട്. ഈ ഒരു സക്സസ്സിലേക്ക്, ഈ ഒരു വിക്ടറിയിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ അവർക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഒരു സംതൃപ്തി ലഭിക്കുകയുള്ളൂ, പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വേൾഡാണ്, ലോകം മുഴുവൻ നിങ്ങളെ കൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കണം, കണ്ടില്ലേ? ഏതൊരു കാര്യത്തിലും ഇവിടെ വീണ്ടും തുടക്കം, ഇതാണ് ഇവിടെയും പറയുന്നത്. അത് തന്നെയാണ്, വീണ്ടും തുടക്കം, ഇവിടെ വീണ്ടും തുടക്കം, ഇവിടെ വീണ്ടും തുടക്കം. 3 കാർഡ് വീണ്ടും തുടക്കത്തിന് വന്നിട്ടുണ്ട്. വീണ്ടും ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ബിഗിനിങ്ങിലേക്ക് പോകുന്നു.
മനസ്സിലായില്ലേ? പഴയ കാര്യങ്ങളെല്ലാം എൻ്റെ ആക്കുന്നു, പഴയതിനെ ഒന്നും ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. പഴയ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ കുടുങ്ങി കിടന്നിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. പുതിയ പുതിയ ചില ചിന്തകളിലേക്ക്, പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഒന്ന് എൻഡാക്കിയിട്ട് മറ്റൊന്ന് തുടങ്ങണം. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ യാത്ര കണ്ടില്ലേ? ഭാരമേറിയ ഒരു യാത്ര, ഭാരമേറിയ ഒരു ജീവിതം ഉണ്ടായിരുന്നു, സഹിക്കാൻ പറ്റാത്ത, ആരോരും ഒരു ഉപദേശം പോലും കൊടുക്കാനില്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ തീർക്കണം. അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളുമൊത്ത് ഉള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോട് എപ്രകാരമുള്ള ലവ് ആയിരുന്നു എന്നൊന്ന് നോക്കാം. സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ് ആണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. കണ്ടില്ലേ? തോട്ട്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളുടെ ഇല്ലായ്മയിൽ, സെവൻ ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇല്ലായ്മയിൽ അവർ ഒത്തിരി വിഷമിക്കുന്നു. അവർക്ക് സാമ്പത്തികം എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. കണ്ടില്ലേ? നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ അകന്നിരിക്കുന്നതിൽ, നിങ്ങൾ അവരോടൊപ്പം അഡ്വൈസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെയും, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, ആ ഒരു സാമീപ്യം ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയും അവർക്കിപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് ഈ ഒരു കാര്യം അവർക്ക് നേടിയെടുക്കണം. കുറച്ച് സാമ്പത്തികം വരാനുള്ളത് അവർക്ക് വന്നേ പറ്റൂ. ഇവിടെ ഇത് നഷ്ടമായിരിക്കുന്നു. ഒരുപാട് നല്ല അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇതിനിടയിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഇനി കിട്ടാനുള്ളത് വേണം. അപ്പോൾ ഇവിടെ ഇത് സാമ്പത്തികം പോലും നഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിൽ ഇല്ലായ്മ അവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഇത് ശരിക്കും അവർക്കിത് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ഹോൾ ഹാർട്ടഡ് ഫിയർലെസ്. ഇനി എന്താണ് വേണ്ടത്? ഇനി ഒരു പേടിയില്ലാതെ, മനസ്സിലായി? ഇനി ഒരു പേടിയില്ലാതെ മുന്നോട്ട് പോകണം. ഇത്ര നാൾ നിങ്ങൾ ചിലപ്പോൾ സ്നേഹിച്ചിരുന്ന ഒരു പേടിയോടുകൂടിയായിരിക്കണം. അഥവാ മറ്റുള്ളവർ അറിയുമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹത്തിലാണ് ഇത്ര നാൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇനി എന്താണ്? ഇനി പേടിയില്ലാതെ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു പ്രണയം വേണം, ഒരു സ്നേഹബന്ധം വേണം. അതാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യണം? അവർ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന് മുന്നോട്ട് വരണം, പുതിയ തുടക്കത്തിലേക്ക് വരണം. വന്നാൽ മാത്രമേ ഈ ഒരു പേടിയില്ലാത്ത, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രണയത്തിലേക്ക് വരാൻ പറ്റൂ. നിങ്ങളെ മുഴുവനായും അവർക്ക് വേണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം ഉണ്ടാവണം. ഇവിടെ എന്താണ്? 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഇനി ഇവിടെ ഉപേക്ഷിക്കുകയാണ്. വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ഇടയ്ക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിലെ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം. അത് നിമിത്തമായിരിക്കാം നിങ്ങളുമായിട്ടുള്ള ഈ അകൽച്ച വന്നത്. ഇനി എന്താണ് വേണ്ടത്? ഇനി ഈ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം മൂവ് ഓൺ ചെയ്യണം. ഇനി ഇതിനെല്ലാം വിട്ട് കളയണം. അതാണ് ഇനി അടുത്ത ലക്ഷ്യം അവരുടേത്. അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നോ, നിങ്ങളെ കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, അവിടെ ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ മുഴുവനായിട്ട് ഇവിടെ നിന്ന് ലെറ്റ് ഗോ ചെയ്യണം. ആ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് ഒഴിവായി കിട്ടണം. ഇനി മറ്റ് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ അവിടെയും മുഴുവനും എന്താണ്? ഒഴിവാക്കിയെടുക്കണം. അതിനെ ഉപേക്ഷിക്കണം. സാമ്പത്തികപരമായ കാര്യങ്ങളുണ്ടോ, അവിടെയും എന്താണ് വേണ്ടത്? ഫ്രീഡം വേണം. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നിങ്ങളുമായിട്ട് ഒരു പുതിയ ലൈഫിലേക്ക് വരാൻ എന്നാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത്. ദ സ്റ്റാർ എന്നുള്ള അവസ്ഥയിലേക്ക് വരണം. റെജുവിനേറ്റഡ് ആൻഡ് ഹീൽഡ് ലവ്. പരസ്പരം സ്നേഹിക്കുന്ന,
അല്ലെങ്കിൽ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഒരു ജീവിതത്തിലേക്ക് വരണം, താരമായിട്ട് തിളങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്നേഹബന്ധത്തെ വളരെയധികം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം, ഫ്രീഡം അനുഭവിക്കണം, ഹെൽത്ത് വേണം, വെൽത്ത് വേണം, എല്ലാം ഒക്കെ ആവണം. എന്നിട്ട് വേണം വീണ്ടും തളർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രണയത്തിലേക്ക് പോകണം. മനസ്സിലായില്ലേ? വീണ്ടും ഇത് തീരാനുള്ളതല്ല, വീണ്ടും തളർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രണയത്തിലേക്ക് പോകണം എന്നാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് തുടക്കം കുറിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഫൂളാണ്. പുതിയ തുടക്കത്തിന് വേണ്ടി അവർ ഒരുപാട് പരിശ്രമിക്കുന്നു. വീണ്ടും വീണ്ടും വളരെയധികം സന്തോഷത്തോടുകൂടി കണ്ടില്ലേ ഇവിടെ പൂക്കൾ വിടർന്നു നിൽക്കുന്നത്. ഇത് നല്ലൊരു ലൈഫിലേക്കുള്ള പോക്ക് ആണ്. അവർ വീണ്ടും നിങ്ങളുമായി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസിൻ്റെ റൊമാൻറ്റിക് കാർഡ് എടുക്കാം. ഏഞ്ചൽസ് റൊമാൻറ്റിക് കാർഡാണിത്. മെസ്സേജ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അലോ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. കൺട്രോൾ ഇഷ്യൂസിനെ ലെറ്റ് ഗോ ചെയ്യുക, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് ഏഞ്ചൽസിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ തമ്മിലൊക്കെ ഇപ്പോഴുള്ള ഈ ഒരു പിടിച്ചുവയ്പ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ ലെറ്റ് ഗോ ചെയ്യുക, എല്ലാം ഇവിടെ ഉപേക്ഷിക്കുക, എന്നിട്ട് വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് കടക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം ഇവിടെ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതാണ് എങ്കിൽ അത് ഇവിടെ ഉപേക്ഷിക്കുക, അതാണ് പറയുന്നത്. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഇസ് ഓൺ ദ ഹൊറിസോൺ. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിഷമസ്ഥിതിയിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് അവരവിടെ സന്തോഷത്തിലാണ് കഴിയുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. കാരണം അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് നാളൊന്നും മിണ്ടിയില്ല, അല്ല എങ്കിലൊന്നും വന്നില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ അവരെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. വിചാരിക്കണം, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്തരത്തിലുള്ളതാണ്. അവർ തീർച്ചയായിട്ടും ഒരു വിഷമസ്ഥിതിയിൽ കഴിയുന്ന ഒരു സമയമായിരിക്കാം ഇപ്പോൾ എന്ന് തന്നെ വേണം നിങ്ങളും ചിന്തിക്കാൻ. നിങ്ങൾ വിചാരിക്കണം അവർ വരാതിരിക്കില്ല എന്ന് തന്നെ വേണം നിങ്ങൾ ചിന്തിക്കാൻ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് കൊണ്ടുവന്നിരിക്കുന്ന മെസ്സേജ്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റഡി യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ആയിരിക്കാം. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഏതെങ്കിലും പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി അതിനെ തടയുകയാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഈ പേഴ്സണെ മാത്രം ചിന്തിക്കുക. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ട്രസ്റ്റ്. ദിസ് സിറ്റുവേഷൻ ഈസ് കാളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫെയ്ത്ത് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് അവരിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കാനുള്ളതാണ് ഇത്. നിങ്ങൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾ തമ്മിൽ സന്തോഷകരമായ ഒരു കൂടിച്ചേരൽ ഉണ്ടാവൂ. വിശ്വാസമില്ലാതെ അവർ വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വേറെ ആരുടെയെങ്കിലും പുറകെ പോകുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവൃത്തികളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ ഒരു വിശ്വാസമില്ലായ്മ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, അവർ വേറെ എങ്ങും പോവില്ല എന്നൊക്കെ അവർക്ക് വേറെ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടായിരിക്കണം എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ നിങ്ങൾക്കൊരു കഴിവുണ്ടാവണം. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. ഇനി എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് പരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, കരിയർ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസം എത്രമാത്രമാണോ അതിനനുസരിച്ച് അവർ തിരിച്ചു വരും, വരാതിരിക്കില്ല. അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് ഇരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം
കെമിസ്ട്രി. ദെയർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റാത്തത്? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തമ്മിൽ അത്രമാത്രം നല്ല ഒരു കെമിസ്ട്രി ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവിടെ ഒരു കെമിസ്ട്രി ഉണ്ട്. നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. ഒരു കാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ ആകർഷിച്ചെടുക്കുന്നത് അതുപോലെ നിങ്ങളിലൊരു അട്രാക്ഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു അട്രാക്ഷൻ ഒരിക്കലും അവർക്ക് വിട്ടുപിരിയാൻ കഴിയില്ല. അത്രമാത്രം സ്നേഹവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനും നിങ്ങളിൽ ഉള്ളതുകൊണ്ട് അവർക്കൊരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ തിരികെ വരും, വരാതിരിക്കില്ല. നിങ്ങൾ തമ്മിൽ നല്ല ഒരു ലൈഫിലേക്ക് പോവുകയും ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ്. ഇത് എത്ര പേർക്ക് റിസണേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റിസണേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.